81-കാരനായ പാസ്റ്റർ ബിഷപ്പ് കല്യാണം കഴിച്ച് മുങ്ങിയതായി പരാതി. ചർച്ച് ഓഫ് ലിവിംഗ് ഗോഡ് എന്ന പെന്തക്കോസ്ത് സഭയിലെ 81-കാരനായ ബിഷപ്പ് തോമസ് അലക്സാണ്ടർ എന്നയാൾ തന്നെ വിവാഹം കഴിച്ച് മാസങ്ങളോളം അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലുള്ള വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് ഇപ്പോൾ കടന്നു കളഞ്ഞു എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന ലീലൻ വർഗീസ് എന്ന 65-കാരി. ഓർക്കുക, ഇന്ന് ഏത് കാബർക്കിക്കും ബിഷപ്പാകാം, പാസ്റ്ററാകാം, എന്തും പ്രഖ്യാപിക്കാം. അമേരിക്കയിലായിരുന്ന ബിഷപ്പ് തോമസ് വർഗീസ് തന്റെ ഭാര്യ മരിച്ച് 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് മരിച്ച ഒരു മകനുള്ള ലീലനെ വിവാഹം കഴിച്ചത്. ബിഷപ്പ് തോമസ് അലക്സാണ്ടറുമായി 12/3/2025 തിരുവല്ല എരവിപേരൂർ ചർച്ച് ഓഫ് ലിവിംഗ് ഗോഡ് പള്ളിയിൽ വെച്ച് പാസ്റ്റർ വർക്കി ജോർജ് വിവാഹം നടത്തി എന്ന് മുഖ്യമന്ത്രിക്കും തൃശൂർ പോലീസ് കമ്മീഷണർക്കും അയച്ച പരാതിയിൽ ലീലൻ പറയുന്നു. 2025 മെയ് മാസത്തിലെ തൃശൂർ പള്ളിയിൽ നിന്നുള്ള വിവാഹ സർട്ടിഫിക്കറ്റും തന്റെ കയ്യിലുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. തിരുവല്ലയിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും വിവാഹ ഫോട്ടോകളും ഭർത്താവ് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് മോഷ്ടിച്ചു എന്നും അവർ പരാതിയിൽ പറയുന്നു. 2026 മെയ് മുതൽ ബിഷപ്പ് തോമസ് ഡ്രൈവർ ഹെൻറി മാത്യുവിന്റെ സ്വാധീനത്താൽ എല്ലാ ബന്ധവും വിച്ഛേദിച്ച് ചെലവിന് പോലും കൊടുക്കാതെ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണ് എന്നാണ് ലീലൻ പരാതിയിൽ പറയുന്നത്. ഈ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ സംസ്ഥാന മുഖ്യമന്ത്രിക്കും തൃശൂർ പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്ക് മാനസിക വിഭ്രാന്തിയാണ്, പരാതിയിൽ കഴമ്പില്ല എന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകി കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. ലീലൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി നൽകിയിരുന്നു എന്നും അതൊന്നും പക്ഷേ മുഖവിലക്കെടുത്തില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു പെന്തക്കോസ്തു പാസ്റ്ററാണ്, അമേരിക്കയിലെ ബിഷപ്പാണ് എന്നൊക്കെ കരുതി വിവാഹം കഴിച്ച തന്നെ ഇയാൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞെന്നും ഇപ്പോൾ രോഗിയാണെന്നും ചികിത്സയ്ക്ക് പോലും മാർഗമില്ലെന്നും ലീലൻ പരാതിയിൽ പറയുന്നു. ലീലൻ വർഗീസിന്റെ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് ലീലൻ എന്ന് പറയുക. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു സാറേ. എന്തായിരുന്നു? എനിക്ക് ഒരു 65 വയസ്സുള്ള ഒരു ലേഡിയാണ്. എന്നെ ഒരു വർഷം മുമ്പേ ഒരു US സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പായി എന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അത് തിരുവല്ലയിലെ പുള്ളി, ഞാനൊരു വീട്ടിൽ ഇങ്ങനെ, എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 6 വർഷമായി. തിരുവല്ലയിൽ ഒരു വീട്ടിൽ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കായിരുന്നു. അപ്പൊ അവരുടെ തന്നെ ഒരു റിലേറ്റീവിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് നിനക്ക് നല്ല ഒരു ജീവിതം കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച്. അപ്പം ആക്ച്വലി അവിടെ ചർച്ച് വെച്ച് കല്യാണം നടത്തി. കുറച്ചു പേരെ ഉള്ളായിരുന്നു. ചർച്ച് ഓഫ് ലിവിംഗ് ഗോഡ് എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്റ്റൽ ചർച്ച്. അതിന്റെ ഓണർ തന്നെയായിരുന്നു അതിന്റെ പാസ്റ്റർ. അപ്പം പുള്ളി തന്നെ അവിടെ വെച്ച് കുറച്ചു പേരുടെ സാന്നിധ്യത്തിൽ കല്യാണം നടത്തിയിട്ട് പറഞ്ഞു പിന്നെ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ ചെന്നപ്പം, അക്ഷയായി ചെന്നപ്പം, ഇതിന്റെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവിടെ കിട്ടിയില്ല, അതപ്പം അവിടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഇദ്ദേഹത്തിന് കുറച്ച് ചർച്ചസ് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, UP-യിലെ. അതിന്റെ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ അതിൽ ചെയ്യാൻ സെറ്റ് ഫ്രീ ചർച്ചസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ വന്ന് ആ ചർച്ചിൽ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ചെന്ന് അക്ഷയ ചോദിച്ചപ്പോ അതേ പ്രോബ്ലം ഇവിടെ ഉണ്ടായി. കാരണം അതിന്റെ റിന്യൂ ചെയ്തിട്ട് ചെല്ലാനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. കാരണം US സിറ്റിസൺ പുള്ളിക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നത് കൊണ്ട്, ഭാര്യയുടെ കിട്ടുന്നത് കൊണ്ട് അത് പെട്ടെന്ന് നിന്ന് പോകും ചിലപ്പോൾ. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഭാര്യ മരിച്ചുപോയി. ഭാര്യ 1 വർഷം മുമ്പ് 24-ല് മരിച്ചുപോയി. മക്കളുണ്ടായി. നിങ്ങളുടെ വിവാഹം നടക്കുമ്പോ പുള്ളിക്ക് ഭാര്യ ഉണ്ടായിരുന്നു? ഇല്ല, മരിച്ചുപോയി. 4 മാസം കഴിഞ്ഞായിരുന്നു പുള്ളിയുടെ ഭാര്യ മരിച്ചിട്ട്. അങ്ങനെയാ കല്യാണം നടത്തി. ഇതൊക്കെ എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ പുള്ളി കല്യാണമൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കുറച്ചുനാൾ ഒരു 7 മാസം ഞങ്ങൾ നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു റിലേറ്റീവ്, പുള്ളി ഒരു പാസ്റ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നതാ. പിന്നെ പുള്ളി അവസാനം അതിൽ നിന്ന് തെറ്റി ഗുണ്ടായിസം പരിപാടിയായിരുന്നു. ഗുണ്ടകളെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ കാലെല്ലാം പൊട്ടി വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്റെ റിലേറ്റീവ്, അപ്പം എന്റെ ബ്രദർ പറഞ്ഞു അവനെ ഒന്ന് രക്ഷിക്കുക, ഈ ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് അവനെ ഒന്ന് രക്ഷിച്ച് അവനൊരു ജോലി കൊടുക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും. അപ്പൊ ഞാൻ ഓർത്തിരുന്ന പിന്നെ ഡ്രൈവറായിട്ട് നിന്ന അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഒത്തിരി ഉപദ്രവം നേരത്തെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം മടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി നേരത്തെ ഉണ്ടായത്, എന്റെ ഭർത്താവ് ഞങ്ങൾ റബ്ബർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. പിന്നെ ഇവരെ ഞാൻ അടുപ്പിക്കാതെ നിർത്തിയേക്കായിരുന്നു. ഇവൻ എല്ലാതിൽ നിന്നും അതുപോലെ തന്നെ. ഇവനങ്ങനെ പക്ഷെ ഭാര്യയുമായിട്ട് പിണങ്ങി 8 വർഷമായിട്ട് അവർ തമ്മിൽ വേറെ താമസിക്കായിരുന്നു. ഭാര്യ 2-3 പിള്ളേരെ കൊണ്ട് വേറെ അവിടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. ഇവന്റെ ഇഷ്ടം പോലെ വേറെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക്
ഒത്തിരി പേർക്ക് ഇങ്ങനെ വാടക ഗുണ്ടകളെ കൊടുത്തു. അങ്ങനെയൊക്കെ ഇവൻ ജീവിച്ചുകൊണ്ടിരുന്നതിന് എല്ലാവരുടെയും ഒരു ലിസ്റ്റ് വെച്ചിട്ട് കളക്ഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഇവൻ ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം തൊട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ, പതുക്കെ എന്നെ ഇവിടുന്ന് അങ്ങ് പുറത്താക്കാൻ നോക്കി. പുള്ളി എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നിരുന്നു. അപ്പൊ അത് ഇതെന്നോളം പറഞ്ഞു കൊടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ ഇത് മരിച്ചപ്പം തന്നെ അന്ന് ഇവൻ ഞങ്ങളുടെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് ഇവനെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു. പുള്ളിയും കൂടെ വിളിച്ചോണ്ട് പോയി മദ്യപിക്കും, എന്റെ വണ്ടി എടുത്തോണ്ട് പോയി, ഇവർ രണ്ടുപേരും കൂടെ മദ്യപിച്ചിട്ട് വെച്ചു. പിന്നെ അവസാനം ഞാൻ ഇവനെ വീട്ടിൽ കയറ്റാതെ വന്നപ്പം ഈ കഴിഞ്ഞപ്പോ പാൻക്രിയാറ്റിസ് പറയുന്ന രോഗത്താൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പം തൊട്ട് ഇവൻ എല്ലാവരോടും പറഞ്ഞു നിർത്തി, ഞാനും മോനും കൂടെ പുള്ളിയെ കൊന്നതാണ്, മരിച്ചതല്ല എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം എടുത്ത് ഡോക്ടേഴ്സ് എല്ലാം ഇത് ചെയ്തതാ, പോയി ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പരസ്യപ്പെടുത്തു. പുള്ളിയുടെ അടുക്കലും പറഞ്ഞു ഇവര് കൊന്നതാ, എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു മോനും പുള്ളിക്കാരിയും കൂടെ ഹസ്ബൻഡിനെ കൊന്നതാ എന്നൊക്കെ പറഞ്ഞ് നുണകൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പുള്ളിയെ ഇത് ചെയ്ത് ഇവൻ എന്നിട്ട് ഡെയിലി കാല് തിരുമ്മി കൊടുക്കും. വേറൊരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തെ കുറച്ച്, ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂരാണ് താമസിക്കുന്നത് പുള്ളിയുടെ വീട്ടില്. അപ്പം വേറെ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് മണ്ണുത്തിക്ക് അടുത്തായിട്ട്. അപ്പൊ അവിടെ ഇവനെ അവിടെ ഒരു കൊച്ചു വീടൊക്കെ ഉണ്ട്. കൊണ്ടുപോയിട്ട് ഈ രാവിലെ കൊണ്ടുപോയാൽ പിന്നെ വൈകിട്ടേ വരത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എന്നെ എന്നിട്ട് പുറത്താക്കിക്കാനുള്ള സകല പുള്ളിയെ കൊണ്ട് അങ്ങ് ദേഷ്യം പിടിപ്പിച്ച് അങ്ങനെയാക്കി എന്നിൽ നിന്നും അകറ്റിയിട്ട് ഞാൻ അറിയാതെ ഒരു ദിവസം ഇവിടെ നിന്ന് പുള്ളിയെ US പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു ദിവസം നേരെ എടുത്തപ്പം പുള്ളിയെ കാണാനില്ല. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പം പുള്ളി US പോയെന്ന് വേറൊരു പാസ്റ്ററിനോട് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവനെതിരെയും കൊടുത്തു. ഇവൻ ഇങ്ങനെ എനിക്ക് മാനഹാനി വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അവരപ്പം വിളിക്കുമ്പോൾ പുള്ളിയെ കൊണ്ട് ഇവൻ പൈസ കൊടുപ്പിക്കുക, അവിടെ സ്റ്റേഷനിൽ പൈസ കൊടുപ്പിക്കുക. എന്നിട്ട് അവർ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. എനിക്ക് ഒരു മറുപടിയും തരത്തില്ല. എല്ലാം അവർ എഴുതിയെടുക്കും. എന്നോട് ചോദിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. ഇങ്ങനെ പൈസ കൊടുത്ത് ഇവൻ കേസ് ക്ലോസ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഏപ്രിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവനും ഭാര്യയും കൂടെ വേറെ താമസിച്ചുകൊണ്ടിരുന്ന അവൻ വേറെ വീടെടുപ്പിച്ച് ഭാര്യയും മക്കളും ഇവരെല്ലാം കൂടെ ഒന്നിച്ചാക്കി പുള്ളിയെ കൊണ്ട് ആ പൈസ എല്ലാം കൊടുപ്പിച്ചിട്ട് ഇവന്റെ കൂട്ടത്തിൽ പുള്ളിയെ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ 2-3 കേസ് വേറെയും കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അങ്ങനെ പലർക്കും ഇത് അയച്ചതൊക്കെ ഇങ്ങോട്ട് വിടും, സ്റ്റേഷനിലോട്ട് വിടും. സ്റ്റേഷനിൽ വരുമ്പോൾ അവൻ എന്നെ കുറെ ദിവസം കഴിയുമ്പോൾ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ക്ലോസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് വിടുക. ഞാൻ ഇവരെ ഫോളോ ചെയ്ത് പല പ്രാവശ്യം ഞാൻ ഫോളോ ചെയ്തിട്ടും ഇവരാരും ഇത് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് കാണിച്ചു. കാരണം ഞാൻ ഇവര് പറയുന്നത് ലിവിങ് ടുഗദറാ, കല്യാണം കഴിച്ചിട്ടില്ല. പുള്ളി ആദ്യത്തെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പുള്ളി മോഷ്ടിച്ചോണ്ട് പോയി. ഞങ്ങളുടെ ഫോട്ടോയും ഒക്കെ മോഷ്ടിച്ചോണ്ട് പോയി. പക്ഷെ എന്റെ ഫോണിനകത്ത് ഫോട്ടോസ് ഉണ്ടായിരുന്നു, കുറെ ഫോട്ടോസ് ഉണ്ട്. രജിസ്റ്റർ ചെയ്തില്ല, മറ്റേ ചർച്ചിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അതും എടുത്തോണ്ട് പോയിട്ട് ഈ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് പുള്ളി മോഷ്ടിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ അവരുടെ കൂട്ടത്തിൽ ഇപ്പം പോയി താമസിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അവന്റെ സകല ചെലവും വണ്ടിയൊക്കെ മാറി പുതിയ വണ്ടി വാങ്ങിച്ചു. അവന് ഭയങ്കര ഇഷ്ടം പോലെ പൈസയും കൊടുത്ത് ഇപ്പം അവൻ ഫേസ്ബുക്കിലൂടെയൊക്കെ ഭയങ്കര ഇത് എനിക്കെതിരായിട്ട് വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാറിക്കൊടുക്കത്തില്ല എന്ന് എന്നോട് എന്തായാലും പറഞ്ഞ് മാറേണ്ട കാര്യമില്ല, പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പുള്ളി ഇപ്പം അവൻ എന്ത് പറയുന്നോ അത് മാത്രമേ. ഇവനെ പറ്റി ഞാൻ പലരോടും അന്വേഷിച്ചു. അനിൽ കോഴിത്തോട്ടത്തിലോടൊക്കെ ഞാൻ ചോദിച്ചത് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ. പുള്ളി പറഞ്ഞു ഇവനെ പറ്റി അറിയാം, ഇവൻ ഭയങ്കര ഗുണ്ടയാണ്, പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്, ഇവൻ ഒത്തിരി പാസ്റ്റർമാരെ അടിക്കുക. ഹെൻറി മാത്യു എന്നാ ഇവൻ പറയുന്നത്. തിരുവല്ല അടുത്ത് മല്ലപ്പള്ളിയില്ല. ഇവനെ പറ്റി അന്വേഷിച്ചാൽ അറിയാം. ഇപ്പൊ അവനെ INTUCയുടെ ലീഡറോ മറ്റോ ആയിട്ട് നടക്കുക. ഇപ്പൊ INTUC അവിടുത്തെ ലേബറിന്റെ അങ്ങനെ ഭയങ്കര കൊട്ടേഷൻ ഇതായിരുന്നു അവനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ പാസ്റ്റർമാർക്കും അറിയാം. പല പാസ്റ്റർമാരോടും ഞാൻ ചോദിച്ചു, എല്ലാ പാസ്റ്റർമാർക്കും ഇവനെ പറ്റി നന്നായിട്ട് അറിയാം. കാരണം ഇവൻ അതുപോലെ ദ്രോഹം ചെയ്ത ഓരോരുത്തർക്കും. ഇങ്ങനെ എന്നെ വിളിച്ചതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇത് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഈ ഇടകുടത്തിൽ പോയി ചാടിയിട്ട് ഞാൻ അതെന്തോ ചെയ്യാനാ? കാരണം ഇങ്ങനെയുള്ള ഈ അലവലാദികളെ എല്ലാം നമ്മൾ എന്റർടൈൻ ചെയ്യുകയും ഇവന്മാരുടെ ഹിസ്റ്ററിയും പാസ്റ്റും എല്ലാം അറിയാഞ്ഞിട്ടും നമ്മൾ ഇവനെ ഒക്കെ എന്റർടൈൻ ചെയ്യുകയും ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ ഈ വിഷയത്തില്? അല്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒന്ന് അയാളുടെ പേരെന്തോ? ബിഷപ്പ് തോമസ് അലക്സാണ്ടർ. അയാൾ എങ്ങനെ ബിഷപ്പ് ആകുന്നത്? ഇതുപോലൊരു ഒരു ഉടായിപ്പ് സഭ അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അയാൾ എങ്ങനെ ബിഷപ്പ് ആകുന്നത്? അയാൾ പെന്തക്കോസ്ത് സഭയിൽ എവിടെ ബിഷപ്പ് ഉള്ളത്? അല്ലല്ല, അമേരിക്ക പൈസ കൊടുത്താൽ ബിഷപ്പ് എന്നുള്ള ഇത് കിട്ടും, ലേബിള് കിട്ടും. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ നൈറ്റിയൊക്കെ കിട്ടണോ അയാൾ നടക്കുന്നത് ബിഷപ്പിന്റെ? ഇല്ല. പേരിലേ ഉള്ളൂ. പേരിൽ അത് അവിടെ പൈസ കൊടുത്താൽ ഇങ്ങനെ കിട്ടുമെന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല, പുള്ളിക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു
പൊട്ടം പറയുന്നത് കേട്ട് അതെല്ലാം വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഒരു കാര്യങ്ങളും പുള്ളി ഇതായിട്ട് ചെയ്യത്തില്ല. അല്ല, ഇയാൾക്ക് സഭയൊക്കെ ഇപ്പൊ ഉണ്ടോ, വിശ്വാസികളൊക്കെ ഉണ്ടോ ഇയാളുടെ കൂടെ? ഇവിടൊന്നും ഇല്ല വിശ്വാസികൾ. ഇപ്പൊ ഇവന്റെ പുറകെ നടക്കുക, ഇവൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകും ചിലപ്പോ ഇങ്ങനെ. പുള്ളിക്ക് അത് മതി, കാരണം പുള്ളിക്ക് കുറച്ച് സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഷോ കാണിക്കണം, അതാ പുള്ളിയുടെ ഉദ്ദേശം. ബിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പൊക്കിക്കൊണ്ട് നടന്നോളും. അപ്പൊ അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവനോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇവനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു, ഇവനെ നിർത്തണ്ട. ഇവൻ ഈ നുണ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇവനെ ഇനി ഇവിടെ നിർത്തരുത്. വേറൊരു പാസ്റ്ററും പറഞ്ഞു ഇവനെ നിർത്തണ്ട, പറഞ്ഞു. അപ്പം തൊട്ട് എന്നോട് ഭയങ്കര പിണക്കായി. കാരണം ഇവൻ അപ്പം തൊട്ട് കാല് തിരുമ്മി കൊടുക്കുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്തത് കൊണ്ട് അങ്ങനെ വിടത്തില്ല. എന്ത് ചെയ്ത് അവനെ വിടത്തില്ല, നീ വേണേ പൊക്കോ, അവനെ വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്തൊക്കെ എന്നോട് ദേഷ്യമായിരുന്നു. അപ്പൊ ഇവനെ വിടണമെന്ന് പറഞ്ഞതാ എന്നോടുള്ള ഭയങ്കര പ്രശ്നം വന്നത്. ഇവനെ നിർത്തണ്ട, ഇവനെ നിർത്തിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ലീലൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായി ബിഷപ്പ് തോമസ് അലക്സാണ്ടറെ നേരിട്ട് വിളിക്കുകയുണ്ടായി. ഭാര്യയാക്കിയതിന് തെളിവില്ലെന്നും അദ്ദേഹത്തിന്റെ സഹോദരനായ ബേബിച്ചായൻ വളരെ നൈസായി ലീലനെ തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും i2y ന്യൂസിനോട് ബിഷപ്പ് തോമസ് അലക്സാണ്ടർ പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ നാളെ കേൾക്കാം. i2y ന്യൂസ് ഇന്ന് ഇപ്രകാരം ഒരു വാർത്ത നൽകുവാൻ കാരണം ഒരു കുടുംബ പ്രശ്നമെടുത്ത് സമൂഹ മധ്യത്തിലെടുത്ത് അലക്കുവാനല്ല, മറിച്ച് ചർച്ച് ഓഫ് ലിവിംഗ് ഗോഡ് എന്ന പേരിൽ ഒരു പെന്തക്കോസ്റ്റ് ന്യൂജൻ സഭയുണ്ടാക്കി അതിന്റെ ബിഷപ്പെന്നും പാസ്റ്ററെന്നും ഒക്കെ പറഞ്ഞ് ദൈവവേലയ്ക്ക് എന്ന പേരിൽ ഭർത്താവ് മരിച്ചവരെയും അല്ലാത്തവരെയും ഒക്കെ കൂടെ കൂട്ടി വ്യഭിചാര മിനിസ്റ്റർ നടത്തുന്ന ഇത്തരം കള്ളനാണയങ്ങളെ ജനങ്ങൾ കരുതിയിരിക്കണം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു വാർത്ത ഞങ്ങൾ ചെയ്യുന്നത്. 81 വയസ്സ് കഴിഞ്ഞിട്ടും ഇത്തരം ചപലതകളിൽ വീണു പോകുന്ന ഇവർ ദൈവദാസന്മാരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്ങനെയാണ് താൻ പെട്ടുപോയതെന്ന് ബിഷപ്പ് തോമസ് അലക്സാണ്ടറുടെ വെളിപ്പെടുത്തൽ നാളെ. i2y News, an eye for truth. i2y ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.